ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് വിസ്മയ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പെണ്ണ് കാണൽ വ്ളോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നലെയായിരുന്നു പരിപാടി. ഇന്നാണ് എനിക്ക് ഇൻട്രോ എടുക്കാനൊക്കെ പറ്റിയത്. ഇന്നലത്തെ ആ ഡ്രസ്സിൽ തന്നെ എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നലെ എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ ജനുവരി 18 ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച്, അതായത് നമ്മളെ കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, ഒരു 45, 50, 55 അത്രയും ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ അതിൽ ഒരു തവണ അവർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അത് ലൈക്ക് വീട് കാണൽ ചടങ്ങെന്നാണ് അതിന് പറയാം. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം നമ്മളെ ചെക്കനൊക്കെ ഉണ്ട്. അപ്പം ചെക്കനും കൂടെ ഒക്കെ കാണാൻ ആ ഒരു സംഭവമായിട്ട് അപ്പം എല്ലാവരും കൂടെ ഇന്നലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾക്ക് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും നൈബേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു 200 പേരോളം ഉണ്ടായിരുന്നു ഇന്നത്തെ പരിപാടിക്ക്. കുറച്ച് അത്ര വലിയ ഫംഗ്ഷനൊന്നും അല്ല ഇത്. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന്, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇന്നലെ വന്നിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എനിക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഏർലി ആയിട്ട് ഇടില്ല, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് ഇടാമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഇപ്പം തന്നെ ഇടും കേട്ടോ. പിന്നെ എൻഗേജ്മെൻറ്റ് വന്നിട്ട് നെക്സ്റ്റ് വീക്ക്, അതായത് നെക്സ്റ്റ് 25th ജനുവരി 25th എൻഗേജ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടിട്ട് വാ. അങ്ങനെ ഗൈസ്, ഞങ്ങളിത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു 8:30, 8:45, 9 മണി ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ എണീറ്റു ഫുള്ള് കുളിച്ച് ഫ്രഷായി ഇത് റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കുർത്ത വന്നിട്ട്. നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്കല്ല, ഉണ്ണികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവർക്ക് ട്വിന്നിങ് ഡ്രസ്സുകൾ കിട്ടാൻ എളുപ്പമില്ല. അപ്പോൾ അങ്ങനെ നോക്കി ട്രെൻഡ്സിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവിടുന്ന് ഭയങ്കര ഒരു ഓഫർ ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് 1400 റുപ്പീസിന് എടുക്കാമെന്നുള്ളൊരു സംഭവം. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്, അല്ലാണ്ട് ഞാൻ എടുക്കില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണും എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നെർസിന് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നെർസിന് നീലിനെ അവർ ജംസ്യൂട്ടൊന്നും ഇടാറേ ഇല്ല ഇതുവരെ, ഇങ്ങനെ ഇപ്പോൾ അടുത്തൊന്നും ഇട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഋതു ഒരു ക്യൂട്ട് ഉടുപ്പായിരുന്നു, ഒരു സ്ലീവ്ലെസ് ഉടുപ്പായിരുന്നു. പിന്നെ രാവിലെ തന്നെ അമ്മാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മമ്മ അവിടെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ അമ്മമ്മയോട് സംസാരിച്ചിരിക്കുന്നു. നമ്മൾ തറവാട് മാമൻ്റെ ഓടിക്ക് പോകുമ്പോഴാണ് അമ്മാമ്മനെ കാണാറ്. ഇവിടുന്ന് 5 മിനിറ്റേ ഉള്ളൂ മാമൻ്റെ ഓടിക്കെങ്കിലും നമ്മൾ ഇടയ്ക്കാണ് പോകാറ്, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ആൻഡ് ഋതുവിൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് നിങ്ങൾ പറയൂട്ടോ. ഒരു ന്യൂഡിൽ സ്റ്റാബ് ഡ്രസ്സൊക്കെ ആയിരുന്നു. നല്ല ക്യൂട്ടീസ് ആയിട്ടുണ്ടായിരുന്നു ഇവർ 3 പേരുന്ന് കാണാൻ. പിന്നെ അമ്മാമയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇന്ന് ടോഫീനെ കാണുന്നത് കേട്ടോ. ടോഫീനെ അമ്മാമേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പണ്ടാണെങ്കിൽ അമ്മാമ്മയുടെ വീട്ടിൽ കുറേ, അമ്മാമ്മയുടെ മീൻസ് എൻ്റെ അമ്മ വീട്ടിൽ ഒരുപാട് പട്ടികളും നായ്ക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് അവരെ നോക്കിയിട്ടുള്ള നല്ല പരിചയമുണ്ട്, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. വല്യമ്മ അമ്മാമ്മ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വല്യമ്മേനെ കണ്ടിട്ട് മേത്തൊക്കെ കയറുന്നുണ്ടായിരുന്നു. വല്യമ്മ അവിടെ ഇരിക്കൂ എന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മണവാളൻ ഇവിടെ റെഡി ആയി വന്ന് നിൽക്കുന്നുണ്ട്. ഇന്നലെ പോയിട്ട് പാപ്പൻ ഡ്രസ്സ് എടുത്തതായിരുന്നു ഇന്നൊക്കെയുള്ളത്, ഒരു ഷർട്ടും ജീൻസൊക്കെ പോയിട്ട്. നമ്മൾ ഇന്നലെ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവരെ ഫസ്റ്റ് മീറ്റിന് വേണ്ടിയിട്ട്. ആൻഡ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ രണ്ടാമത്തെ പാപ്പൻ്റെ കല്യാണത്തിന് ഇതുപോലെ പന്തലിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഫുള്ളായിട്ടായിരുന്നില്ല. അപ്പുറത്ത് ഞങ്ങൾ വീട് വെച്ച സ്ഥലം ഫുള്ളൊരു പറമ്പായിരുന്നു, അവിടെ വീടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അവിടെയായിരുന്നു ഇതുപോലെ പന്തലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കണ്ട ഓർമ്മ പോലും ഇല്ല കേട്ടോ. ഞാൻ 7 വയസ്സ് 8 വയസ്സ് എന്തോ ഉള്ളപ്പോൾ അത് തോന്നുന്നു അവരെ കല്യാണമായിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം ബോധമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതൊക്കെ ഇട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കല്യാണ ഫീലാണ്. ആൻഡ് എൻ്റെ അച്ഛൻ്റെ ബ്രദേഴ്സിലെ എൻ്റെ ഫൈനൽ കല്യാണമാണ് എൻ്റെ പാപ്പൻ്റെ ഈ വീട്ടിലുള്ള ഇതിൽ വെച്ചിട്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ നമ്മൾ പന്തലിട്ടത് ഇവിടെയല്ല എന്തായാലും എൻഗേജ്മെൻറ്റ് ഉണ്ടാവുക, അറിയാമല്ലോ. എൻഗേജ്മെൻറ്റ് വെച്ചാൽ നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അവിടെയാണ് പരിപാടി ഉണ്ടാവുക. പക്ഷെ ഇന്ന് ഇവരെ, അതായത് ഞങ്ങളുടെ വീട്ടിലേക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വരും, ഒരു 50 ആൾക്കാരെന്തോ ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നിട്ട് നമ്മൾ ചെക്കനാടാനും വീട് കാണാനും അങ്ങനെയൊക്കെ ആയിട്ട് വരും. അതാണ് ഇന്നത്തെ സംഭവം. ഇത് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടോ ഓരോന്നും എനിക്കറിയില്ല. ഇവിടുന്ന് അങ്ങനെ ഒരു ടീം അങ്ങോട്ട് കാണാൻ പോകും, പിന്നെ അവിടെ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ളൊരു പരിപാടികൾ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇവിടുത്തെ നമ്മളെ രീതികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ മേമയുടെ ബ്രദറിൻ്റെ ഉണ്ണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഇരിക്കുന്ന താഴെയുള്ള ആൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല ഗൈസ്. എൻ്റെ അടുത്തേക്ക് എടുക്കാൻ തീരെ വരില്ല. പറയുമ്പോൾ കുഞ്ഞു കുട്ടിയാണ്, പക്ഷെ അവൻ എന്നെ ഇഷ്ടമില്ല. എന്താണെന്നറിയില്ല, ഞാൻ എത്ര കളിപ്പിക്കാൻ നോക്കിയില്ല, അവസാനം അവൻ കരയും. അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ പോകാറില്ല. ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ റിലേറ്റീവ്സും നൈബേഴ്സും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആരും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അവർ 11 മണിക്കാകുമ്പോൾ എത്തുക. അതിൻ്റെ ഇടയിലാണ് ഒരു വലിയ സർപ്രൈസ് ആയിട്ട് എൻ്റെ രണ്ടാമത്തെ പാപ്പൻ നാട്ടിലേക്ക് വന്നത്. ആരോടും പറയാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു പരിചയമുള്ള ആൾ കയറിപ്പോണ്. ഞാൻ വീട്ടിലായിരുന്നു, വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഓടി വന്നു. പാപ്പൻ്റെ വളരെ സർപ്രൈസിങ് എൻട്രി ആയിരുന്നു. മേം അതിൽ ഭയങ്കര കുളിര് കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മേമയും ആർക്കും അറിയണ്ടായിരുന്നില്ല, ആരോടും പറയാണ്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്.
വന്നത്. അച്ചമ്മയ്ക്ക് സന്തോഷം കൂട്ടിയിട്ട് ആനന്ദക്കണ്ണീരായി ഗൈസ് അവസാനം. അപ്പോൾ പാപ്പനാണെങ്കിൽ കറക്റ്റ് ഇന്ന ദിവസം വരാനും പറ്റി, ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തെ എൻഗേജ്മെൻറ്റ് കൂടാനും പറ്റി. അപ്പോൾ രണ്ടും കൂടെ കറക്റ്റായിട്ട് കോമ്പൻസേറ്റ് ആയി. മേമയാണെങ്കിൽ ബ്ലഷ് ചെയ്തു കേട്ടോ, കാരണം ആൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ടും കൂടെ കുറച്ച് ഷൈ ആയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അപ്പോൾ ആൾക്കാർ എത്തിയിട്ടില്ല. അവർ ഒരു 12 മണിയോ 11 ആ ഒരു ടൈമിൽ നിന്നാണ് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നത്. പിന്നെ അവരെല്ലാവരും വന്നു. ഇതിൽ പിന്നെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാനിങ്ങനെ പോർട്രേറ്റിലാണ് എടുത്തിട്ടുള്ളത്, ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും ഇതിൽ, ഇങ്ങനത്തെ ക്ലിപ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കല്യാണപ്പെണ്ണ് ഉണ്ടാവില്ല കേട്ടോ, ജസ്റ്റ് ചേച്ചിയുടെ വീട്ടിലത്തെ ഫാമിലി മെമ്പേഴ്സാണ് ഉണ്ടാവുക, ചേച്ചി ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനത്തെ ചടങ്ങൊക്കെ കണ്ടിട്ടുണ്ട്, ചെറുക്കൻ കാണൽ എന്നൊക്കെ പറഞ്ഞ്. ശരിക്കും അങ്ങനെയൊക്കെ വേണം, പക്ഷെ നമ്മുടെ ഇവിടെ അതങ്ങോട്ട് കണ്ടുവരുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തായാലും വരാമായിരുന്നു. പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബേബീസിനൊക്കെ ഇന്നല്ലേ കാണാൻ പറ്റുക, എല്ലാവരും ഫാമിലി ടുഗെദർ ആകുമ്പോഴല്ലേ നമുക്കിങ്ങനെ കുട്ടികളെ എല്ലാ കുട്ടികളും കയ്യിൽ കിട്ടുക. പക്ഷേ ഇത് ഇന്ന് ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെ നമ്പേഴ്സ് ലിമിറ്റഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം. മാരേജിനാണ് നമ്മൾ വലിയ നമ്പറായിട്ട് ആൾക്കാരുണ്ടാവുക കേട്ടോ ഒരുപാട്. ഇത് എൻഗേജ്മെൻറ്റ് അതുപോലെ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടാവും ആൾക്കാരുടെ ഇതിൽ. കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടാവുക, പിന്നെ കുറച്ച് നൈബേഴ്സ് അങ്ങനെയിട്ട് എണ്ണത്തിൽ വളരെ കുറവായിരിക്കും കേട്ടോ. മണിയൊക്കെ ആവാനാകുമ്പോഴേക്കും അവരെല്ലാവരും കൂടെ പോയിട്ട് അവരെല്ലാവരും പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി ചിക്കനും ബിരിയാണിയും കൂടെ ഒരുമിച്ചുള്ള അങ്ങനത്തെ ബിരിയാണി ആയിരുന്നു, സെപ്പറേറ്റഡ് ആയിരുന്നില്ല. പിന്നെ ബീഫ് റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു കേട്ടോ. പിള്ളേഴ്സിനൊക്കെ ആദ്യം ഭക്ഷണം കൊടുത്തിട്ട് സൈഡാക്കി. 2 പിള്ളേരുടെ അമ്മമാരാണ് ഗൈസ് നമ്മുടെ അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അവരാദ്യം ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് എല്ലാവരും കൂടെ ഒപ്പം കഴിച്ചത്. നല്ല ബീഫായിരുന്നു ഗൈസ്. എനിക്ക് ആ ബീഫ് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വലിയ ബീഫ് ലവറൊന്നുമല്ല, പക്ഷെ അതിങ്ങനെ കുറച്ച് നല്ല റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു, അതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എല്ലാവരും പോയി. ഇവിടെ ഫുള്ള് കാലിയായിട്ടോ, ആരും ഇല്ലാണ്ടായിട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഫുൾ പരിപാടികളൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി. നമ്മുടെ വീട്ടിൽ വന്ന നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഇന്ന് നൈറ്റും കൂടെ പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴേക്കും ഇതൊക്കെ കൊണ്ടുപോകും എന്നാണ് എൻ്റെ ഇതിൽ ഒരു വിഷമം. കാരണം ഇതിട്ടപ്പോൾ ഒരു കല്യാണ ഫീൽ വന്നു. കല്യാണം അല്ലെങ്കിലും ഒരു കല്യാണ ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുൾ കൊണ്ടുപോകും. പിന്നെ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു നമ്മൾ നോർമൽ കല്യാണത്തിന് രാവിലെ പോകുമ്പോൾ നീളനെയുള്ള സദ്യയിൽ ഇടില്ലേ, അങ്ങനത്തെ അവിടെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അടിപൊളിയായിരുന്നു. അത് നമുക്കിങ്ങനെ ഫാമിലി ആയിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സർക്കിളിൽ അങ്ങനെ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ചെരുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊരു മെസ്സിലാണ് കേട്ടോ ഒക്കെ എടുക്കുന്നത്. അറിയാമല്ലോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ, ഐ മീൻ ആ ഒരു മെസ്സ്. പിന്നെ നെർസും ഋതുവും കൂടെ അവിടെ ടോഫീനെ മുടി ചെയ്യി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് രണ്ടുപേരും. ടോഫി ഫുൾ സാഡ് മോഡായിരുന്നു, കാരണം അവനെ റൂമിലാക്കിയിട്ട് നമ്മൾ വാതിലടച്ചിട്ടുണ്ടായിരുന്നു കെട്ടിയിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എല്ലാവരും വരുമ്പോൾ നമുക്ക് അവനെ തുറന്നിടാൻ പറ്റില്ലല്ലോ. അവന് കൂട്ടിൽ കയറാൻ ഇഷ്ടമില്ല. അത് നമ്മൾ കൂട്ടിൽ വിടാറില്ല, ഫുൾ വീട്ടിലിങ്ങനെ നടക്കുന്ന പതിവാൾ. കൈ കടയുണ്ട് കേട്ടോ.
ഇതൊക്കെ പിന്നെ ഞാൻ നൈറ്റ് എടുത്തതായിരുന്നു. നൈറ്റ് എന്തോ മറ്റേ സ്പീക്കറിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ പാപ്പൻ്റെ ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നെർസ് എടുത്ത വീഡിയോ ആയിരുന്നുകൊണ്ട് ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഫോൺ തപ്പി നടക്കുക, നെർസ് ഇവിടെ ഇരുന്ന് വ്ളോഗ് ചെയ്യുന്നത് നേരെ ചൊവ്വനെ എടുത്തിട്ടില്ല. അവൾ ഫുള്ള് ഷേക്ക് ആക്കിയിട്ടുള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വീഡിയോ ഒന്ന് ലെങ്ത് ആവാൻ വേണ്ടി കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ആഡ് ചെയ്താണ്. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എപ്പോഴും ഷോർട്ടാണ്, തീരെ ലെങ്ത് ഇല്ല, കുറച്ചുകൂടി ലെങ്ത് ആക്കുന്ന എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഇനി ഈ പന്തലും കാര്യങ്ങളൊക്കെ നാളെ മറ്റന്നാൾ എന്തോണം അവരെല്ലാവരും ഊരിക്കൊണ്ടുപോവുക. അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. പക്ഷേ എണ്ണത്തിൽ ആൾക്കാർ കുറവായതുകൊണ്ട് വലിയ ജിൽജിൽ കുറവായിരുന്നു. കുറച്ചുകൂടെ നമ്മളെ കസിൻസൊക്കെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര വൈബായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ചൊരു 12:30 കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൂൺ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.